ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പീനട്ട് ബട്ടർ ഉണ്ടാക്കിയാലോ. വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഓയിൽസോ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം കേട്ടോ. പിന്നെ വിലയും ഭയങ്കര തുച്ഛമാണ്. കാരണം നമുക്ക് 20 രൂപയുണ്ടെങ്കിൽ 200 രൂപയുടെ പീനട്ട് ബട്ടർ സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു പാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായിട്ട് നമ്മൾ കുറച്ച് പീനട്ട്സ് ഇതിൽ ആഡ് ചെയ്യണം. ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ടൊരു 10 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ പീനട്സിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ആവുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ മിക്സിയിൽ ജാറിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇനിയിപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിലാവട്ടെ. എന്നിട്ട് നമുക്കിനി പൊടിച്ചെടുക്കാവേ. നമുക്ക് ഈ രീതിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു സ്പൂണ് കൊണ്ട് ജസ്റ്റ് എല്ലാം ഇളക്കി താഴോട്ടിടണം. മിക്സിയിലിട്ടതിന് ശേഷം കുറച്ച് തേൻ ഒരു സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് അടിക്കുകയാണ് ചെയ്യണത്. ഒന്ന് സ്പൂണിട്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ഹണി ഞാൻ ഒരു സ്പൂണും കൂടി ആഡ് ചെയ്യുവേ. ഹണിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്നും കൂടി ക്രഷ് ചെയ്യുകയാണേ. ഈ രീതിയിലായിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടി ഒന്നും കൂടി ക്രഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. ഒന്നും കൂടി ഇളക്കി മിക്സിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ക്രഷ് ചെയ്യാവേ. നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം നമ്മുടെ ഫ്രീസറിൽ വെക്കേണ്ട, അല്ലാത്ത ഭാഗത്ത് വെക്കാം. ഒരാഴ്ചയോളം സൂപ്പറായിട്ടിരുന്നോളും. നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കുഞ്ഞുങ്ങൾക്കൊക്കെ സൂപ്പറായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പരുവത്തിൽ കിട്ടും. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിൽ നിന്ന് പീനട്ട്സിൽ നിന്ന് തന്നെ ഓയിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നോളും കേട്ടോ. ഇത് നമ്മൾ ഷുഗർ ചേർക്കുന്നില്ല. അതാണ് കാര്യം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ചിലത് വിത്തൗട്ട് ഷുഗർ കിട്ടും, ചിലത് മിക്കവാറും ഉള്ളതിലെല്ലാം ഷുഗർ കാണും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഷുഗർ നമ്മൾ തീരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ ഈ ഷുഗർ പേഷ്യൻസ് ഇല്ലേ, അവർക്കൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണമെന്ന് ഭയങ്കര മസ്റ്റല്ലേ. അപ്പോൾ ഇതിൽ ഒരു സ്പൂൺ ആഡ് ചെയ്ത് നമുക്ക് റാഗിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓട്സ് ഇല്ലേ അതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുക. അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കുക. നമുക്കും കഴിക്കുക. അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് കണ്ടോ ഇങ്ങനെയാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ക്രഞ്ചി ആയിട്ട് കിടക്കും കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ കുറച്ച് കപ്പലണ്ടി ജസ്റ്റ് കുറച്ച് മാറ്റി വെച്ചിരുന്നത് പൊടിച്ചത് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരിക്കും. കാരണം ഷുഗർ ഇല്ലെങ്കിൽ നമ്മൾ ഹണി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര എമ്മിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരെയും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.